ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യ കേരളക്കരയാകെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്, ഭാരപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും മനസ്സിൽ ആ ഭാരമുണ്ട്. പ്രത്യേകിച്ച് ആ കുഞ്ഞു മക്കളുടെ ആ മുഖം ഇപ്പോഴും നമ്മുടെ മനസ്സിലൊക്കെ ഫ്രഷാണ്. ഞാൻ എന്തുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനൊരു കാരണമുണ്ട്. കാരണം ഇതിനകത്ത് ഇൻവോൾവ്ഡ് ആയിട്ടുള്ളത് ഈ പറയുന്ന ഭർത്താവിന്റെ ഒരു സഹോദര വൈദികനും കൂടെ ഉണ്ട് എന്ന് അറിഞ്ഞതിന്റെ വെളിച്ചത്തിലാണ് എൻ്റെ എല്ലാ സഹോദര വൈദികർക്കും വേണ്ടി ഒരു തുറന്ന ഒരു സന്ദേശം. കാരണം ഈ ദിവസങ്ങളിലെ മാധ്യമങ്ങളിലൂടെയെല്ലാം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണിത്. അതിനകത്തൊരു വൈദികനുണ്ട്, ആ മരണത്തിന്റെ പിന്നിൽ വൈദികനും ഇതിനകത്ത് ഉത്തരവാദിത്വം ഉണ്ട് എന്ന് നമ്മൾ മാധ്യമങ്ങളിലൂടെയാണ് മനസ്സിലാക്കിയത്. ഞാൻ പേഴ്സണലായിട്ട് എനിക്ക് വിഷയത്തിൽ കൂടുതലൊന്നും അറിയില്ല. മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കിയതും കേട്ടതിന്റെ വെളിച്ചത്തിലാണ്. ഞാൻ ആരെയും വിധിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത്. ഈ വൈദികൻ എത്രമാത്രം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഈ ഒരു വിഷയത്തിന്റെ വെളിച്ചത്തിൽ ആ വൈദികൻ നിശ്ചയമായിട്ടും തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. പക്ഷെ ഈ ഒരു വിഷയത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ എൻ്റെ സഹോദര വൈദികരോട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ കഴിഞ്ഞ 15 വർഷത്തെ ശുശ്രൂഷ ജീവിതം, പൗരോഹിത്യ ജീവിതം, തീർച്ചയായിട്ടും ഞാൻ ഇത് സംസാരിക്കുമ്പോൾ എന്നെക്കാളും സീനിയേഴ്സ് ആയിട്ടുള്ള വൈദികരുണ്ട്, എന്നെക്കാളും ശുശ്രൂഷ ജീവിതത്തിൽ പരിചയമുള്ളവരുണ്ട്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ അനേകം ഡീൽ ചെയ്തിട്ടുള്ള വൈദികരുണ്ടാകും. എന്നാൽ ഒരു എളിയ സഹോദരന്റെ ഒരു ആശങ്കയിൽ നിന്നും ഉരുത്തിരിയുന്ന ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് ഇതിനെ കണ്ടാൽ മതിയാവും. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഒരു വൈദികൻ തൻ്റെ തന്നെ കുടുംബത്തിലെ എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ദയവായിട്ട് ഒരു വൈദികൻ ഇടപെടാതിരിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് കൃത്യമായ സ്വതന്ത്രമായ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. കാരണം എനിക്ക് വൈകാരികമായ അടുപ്പങ്ങളുണ്ട്. എൻ്റെ അമ്മയോടുണ്ടാകാം, അപ്പനോടുണ്ടാകാം, കൂടപ്പറപ്പിനോടുണ്ടാകാം. ചില വൈകാരിക അടുപ്പങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായ കാഴ്ചപ്പാടോടുകൂടി ആരാണ് തെറ്റ് ചെയ്തത്, ആരാണ് ശരി എന്ന് നിശ്ചയിക്കാൻ പോലും ഒരുപക്ഷെ എനിക്ക് പറ്റാതെ പോകും. അതുകൊണ്ട് എൻ്റെ ഏറ്റവും ഒരു സ്നേഹത്തോടെയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്, നമ്മുടെ കുടുംബങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടായാൽ, തീർച്ചയായിട്ടും അസ്വസ്ഥതകൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒരു വൈദികന്റെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ കുടുംബങ്ങളിലും അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഒരു വൈദികൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഞാൻ കർത്താവിന്റെ വിളി സ്വീകരിച്ച് വചനം പറയുന്ന പോലെ എൻ്റെ അപ്പനെയും അമ്മയെയും കൂടപ്പിറപ്പുകളെ എല്ലാം വിട്ട് ഉപേക്ഷിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി ഇറങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ആ കുടുംബത്തിലുള്ളവർക്കാണ്. അത് അവർ നോക്കിക്കോട്ടെ, അവരുടെ പ്രശ്നങ്ങൾ അവർ പരിഹരിക്കട്ടെ, അവരുടെ സഹനങ്ങൾ അവർ പരിഹരിക്കട്ടെ. നമ്മളതിനകത്ത് എടുത്ത് ചാടി തീരുമാനം പറഞ്ഞ് നമ്മുടെ തീരുമാനം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നതിനേക്കാൾ നല്ലത് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആത്മീയ ഉപദേശങ്ങൾ മാത്രം നൽകുകയും ചെയ്യും. അവിടെ പ്രശ്നങ്ങൾ, അവരുടെ പരിഹാര വിഷയങ്ങൾ അവർ കണ്ടെത്തി അത് പരിഹരിക്കട്ടെ. ഇനിയിപ്പോ നമുക്ക് വല്ല ഭാരം തോന്നുന്ന ഇതുപോലുള്ള കുടുംബ പ്രശ്നങ്ങളോ സഹോദരങ്ങളുടെ ഫാമിലി ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ ദയവായിട്ട് നമ്മൾ ഇടപെടാതെ മൂന്നാമതൊരു വ്യക്തിയെ അതിനായിട്ട് നമ്മൾ നിയോഗിക്കുക. ഒരുപക്ഷെ മറ്റൊരു വൈദികനാകാം, ഇടവക വികാരിയച്ഛനാകാം, അതല്ലെങ്കിൽ സമൂഹത്തിൽ സമുന്നതന മറ്റാരെങ്കിലും ആകാം, അല്ലെങ്കിൽ ഒരു പാർഷ്യലായിട്ട് തീരുമാനങ്ങൾ എടുക്കാത്ത മറ്റാരെങ്കിലും വ്യക്തികളെ നിയോഗിക്കുക. എന്നിട്ട് സംസാരിക്കാൻ, അവരുടെ വിഷയങ്ങൾ സംസാരിക്കാനും അവർക്ക് വേണ്ട ആത്മീയ ഉപദേശങ്ങൾ, ഒരു ഭൗതിക ഉപദേശങ്ങൾ മാത്രം കൊടുക്കുന്നവരത്തേക്ക് വിടരുത്. അവരെ ആത്മീയ ഉപദേശത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ പറ്റുന്ന ആരിലേക്കെങ്കിലും നിങ്ങൾ നയിക്കുക. ദാറ്റ്സ് ഓക്കെ. പക്ഷെ നമ്മൾ ഇതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളിത് വളരെ പാർഷ്യലായിട്ട് നമുക്ക് സ്വതന്ത്രമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റണമെന്നില്ല. അതുകൊണ്ടാണ് വചനത്തിൽ വളരെ കൃത്യമായിട്ട് മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം വായിക്കുമ്പോൾ 1 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുകയാണ്, ശിഷ്യന്മാര് വല ഉപേക്ഷിച്ച് യേശുവിന്റെ പിന്നാലെ പോയി. ശിഷ്യന്മാർ അപ്പനെ ഉപേക്ഷിച്ചിട്ട് കർത്താവിന്റെ പിന്നാലെ പോയി. ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട്, അപ്പനെ അമ്മയെ ഉപേക്ഷിച്ചിട്ട് കർത്താവിനെ അനുഗമിച്ചു. എന്തിനാ? മീൻ പിടിച്ചുകൊണ്ടിരുന്നിടത്ത് മനുഷ്യരെ പിടിക്കുന്നവരായിട്ട് കർത്താവ് മാറ്റി. അപ്പൊ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ തന്നെ ചെയ്താനാണെങ്കിൽ, വീട്ടിലെ കാര്യങ്ങളിൽ നമുക്ക് ഇപ്പോഴും സ്വാധീനം ചെലുത്താനാണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്നാ പോരായിരുന്നോ? നമ്മൾ എന്തിനാണ് വൈദികനാകാൻ പുറപ്പെട്ടത്? നമ്മളൊരു വൈദിക വൃത്തി, ഒരു ദൈവവിളി തെരഞ്ഞെടുത്ത് ദൈവരാജ്യത്തിന് വേണ്ടി മനുഷ്യരെ പിടിക്കാൻ, അനേകരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ നമ്മൾ പുറപ്പെട്ടപ്പോൾ നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഏറ്റവും പരമോന്നതമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിലേക്ക് ചുരുക്കാനുള്ളതല്ല. ഇത് അനേകം വൈദികർ, എൻ്റെ കഴിഞ്ഞ 15 വർഷത്തെ ശുശ്രൂഷയുടെ വെളിച്ചത്തിലും അനേകം വൈദികർക്കും സിസ്റ്റേഴ്സിനൊക്കെ വേണ്ടി ധ്യാനങ്ങൾ നടത്തിയിട്ടുള്ളതിന്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ പറയുന്നത്. ചില വൈദികര് കുടുംബത്തിൽ എല്ലാ തീരുമാനങ്ങളിലും ഈ വൈദികന്റെ കയ്യൊപ്പുണ്ടാകണം. ഞാൻ അറിഞ്ഞ കുടുംബത്തിൽ ഉപ്പും പഞ്ചസാരയും മേടിക്കാൻ വരെ ചില വൈദികർ പറഞ്ഞാൽ അത് നടക്കുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള അനാവശ്യമായ ഒരിടപെടല് നമ്മുടെ കുടുംബങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും നമ്മൾ സൂക്ഷിക്കാതിരിക്കുക.
നമ്മൾ പറയാം, നമ്മളെ കർത്താവ് തെരഞ്ഞെടുത്തത് നമുക്ക് ലോകം മുഴുവനും നമ്മുടെ കുടുംബമാണ്. ഒരു ഇടവകയിലായിരിക്കുമ്പോൾ ഒരു ഇടവക നമ്മുടെ കുടുംബമാണ്. ഒരു സന്യാസ സമൂഹത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ശുശ്രൂഷ ചെയ്യുന്നവരെല്ലാം നമ്മുടെ കുടുംബമാണ്. അപ്പൊ നമ്മുടെ കുടുംബത്തോട് ഉള്ള ബന്ധം, സ്നേഹം എത്രമാത്രം ഉണ്ടോ അതുപോലെ തന്നെ എല്ലാവരോടുമുള്ള ഈ കുടുംബ ബന്ധത്തിൽ നിലനിൽക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഒരു എളിയ അപേക്ഷയാണ്, ദയവായിട്ട് വൈദികര് നിങ്ങളുടെ കുടുംബത്തിലെ ഒരു പ്രശ്നത്തിലും ഇടപെടാതിരിക്കുക. അവരുടെ പ്രാർത്ഥനയും അവരുടെ സഹനത്തിലും അവരുടെ ആലോചനകളിലും അതിനുള്ള പരിഹാര മാർഗം കണ്ടുപിടിക്കട്ടെ. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഒരു ആത്മീയ ഉപദേശം നിങ്ങൾ കൊടുക്കാം. പ്രാർത്ഥിച്ച് എന്തെങ്കിലും അവർക്കൊരു സന്ദേശം കൊടുക്കണോ, ദൈവഹിതം എന്താണെന്ന് ദൈവത്തോട് അപ്പോഴും നമുക്ക് ഒരിക്കലും ഒരു ബന്ധത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന ദൈവാലോചന നമ്മൾ കൊടുക്കില്ല. അതിനെ ഏറ്റവും മനോഹരമായിട്ട് പരിഹരിക്കാനുള്ള വഴികളെ ആത്മീയമായിട്ട് നമ്മൾ ഉപദേശിക്കുള്ളൂ. അപ്പൊ അത് എന്നും ഒരു വൈദികൻ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. രണ്ടാമത്തത്, നമ്മൾ വൈദികരായിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ജോലിയായിട്ട് ഒരിക്കലും കാണരുത്. ഇതൊരു ശുശ്രൂഷയാണ്. ഒരു മഹോന്നതമായ മഹനീയമായ കർത്താവിന്റെ വിളി. ദൈവരാജ്യത്തിന് വേണ്ടി ഷണ്ടരാക്കപ്പെട്ടവരാണ് നമ്മളെന്ന വചനം പറയുന്നത് അല്ലെ. സുവിശേഷത്തിന് വേണ്ടി നമ്മൾ എന്താ ചെയ്ത്, ഒരു ഫാമിലി, ഒരു കുടുംബ ജീവിതത്തിലേക്ക് പോലും പ്രവേശിക്കാതെ, അതുപോലും വെറുത്തുപേക്ഷിച്ചിട്ട്, അതുപോലും മാറ്റിവെച്ചിട്ട് സുവിശേഷത്തിന് വേണ്ടി, സ്വർഗരാജ്യത്തിന് വേണ്ടി ഷണ്ടരാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് വചനം പറയുന്നത്. അപ്പൊ അത്രമാത്രം നമ്മൾ സുവിശേഷത്തിന് വേണ്ടി അധ്വാനിക്കാനുള്ളവരാണ്, ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കാനുള്ളവരാണ്. അപ്പൊ ഇതിനകത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരു ബിസിനസ് അല്ല, ഇതൊരു ജോലിയല്ല, ഇത് ദൈവസ്നേഹത്തിൽ നാം ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നമ്മുടെ കുടുംബത്തെ ഒരു സാമ്പത്തികമായി സഹായിക്കാനോ, നമ്മുടെ കുടുംബത്തെ നമ്മുടെ വൈദിക വൃത്തി ഒരു ബിസിനസ്സായി കണ്ട് അതിൽ കിട്ടുന്നതെല്ലാം നമ്മുടെ കുടുംബത്തിലേക്ക് കൊടുക്കാനോ അല്ല നമ്മുടെ വിളി. ഇന്ന് പല വൈദികർക്കും ആ മേഖലയിൽ തെറ്റുപറ്റുന്നുണ്ട്. ഞാൻ ഒരു ഇടവകയിൽ ചെന്നപ്പോ അച്ഛൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, അച്ഛൻ നാളെ അമ്മയുടെ ബർത്ത്ഡേ, അമ്മ വിളിച്ചു പറഞ്ഞേക്കാം പട്ടുസാരി മേടിച്ചുകൊണ്ടെന്നു. അമ്മ പറഞ്ഞേക്കോ പട്ടുസാരിയും കൊണ്ട് ചെല്ലണോ, സമ്മാനം മേടിച്ചുകൊണ്ടേ. എനിക്ക് എന്റെ വൈദിക വൃത്തിയിൽ, ഈ ശുശ്രൂഷയിൽ ഞാൻ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി കൊടുത്തതാണെങ്കിൽ, ഈ ശുശ്രൂഷയിൽ എനിക്ക് ദൈവം തരുന്നത് എന്തും അത് ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, എന്റെ കുടുംബത്തെ സഹായിക്കാനുള്ളതല്ല. ഞാൻ പറഞ്ഞില്ലേ, ലോകം മുഴുവൻ എന്റെ ശുശ്രൂഷയുടെ ഭാഗമായിരിക്കുന്നവരൊക്കെ എന്റെ കുടുംബമാണ് ഇപ്പോ. അപ്പോ അനേകരെ സഹായിക്കാൻ കർത്താവ് ഈ ശുശ്രൂഷകളിലൂടെ എന്തെങ്കിലും എനിക്ക് തരുന്നുണ്ടെങ്കിൽ അത് ദൈവജനത്തെ ശുശ്രൂഷിക്കാനുള്ളതാണ്, എന്റെ ഭവനത്തെ ശുശ്രൂഷിക്കാനുള്ളതല്ല. അതെന്നും ഹൃദയത്തിൽ സൂക്ഷിക്കണം. ഈ ഒരു വിഷയത്തിൽ നമുക്ക് വീഴ്ച പറ്റുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ശുശ്രൂഷയോടുള്ള ആ സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്നതും നമ്മൾ ചെയ്യുന്നത് വെറും ബിസിനസ് ആയിട്ടും വെറും ജോലിയായിട്ടൊക്കെ അധപ്പതിച്ചു പോകുന്നത്. ഇതൊരു ശുശ്രൂഷയായിട്ട് നമ്മൾ കാണണം. ദൈവരാജ്യത്തിന് വേണ്ടി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും, നമ്മൾ ചെയ്യണം. അപ്പോൾ വേദനിക്കുന്ന ഒരാളെ, സഹായ ഹസ്തം നീട്ടുന്ന ഒരാളെ നമ്മളിലേക്ക് തന്നെ ഒതുങ്ങിപ്പോകാതെ, നമ്മുടെ കുടുംബത്തിലേക്ക് ഒതുങ്ങാതെ, ദൈവരാജ്യത്തിന് വേണ്ടി വിളി സ്വീകരിച്ചപ്പോൾ നമുക്ക് ഒത്തിരി അപ്പന്മാരുണ്ട്, ഒത്തിരി അമ്മമാരുണ്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നുണ്ട്, ദൈവരാജ്യത്തിന് വേണ്ടി അപ്പനെയോ അമ്മയോ സഹോദരങ്ങളെയോ ഒക്കെ ഉപേക്ഷിച്ചാൽ 100 ഇരട്ടിയായിട്ട് തരുന്നു. സത്യമല്ലേ? എത്രയോ അപ്പന്മാര്, അമ്മമാര്, സഹോദരന്മാര്, സഹോദരിമാര് എന്ന് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ സഹോദര വൈദികരോട് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു, നിങ്ങളുടെ കുടുംബത്തിൽ അവരുടെ സാമ്പത്തിക വിഷയങ്ങളിലോ അവരുടെ കുടുംബ പ്രശ്നങ്ങളിലോ ഒന്നും ഇടപെടാതിരിക്കുക. അങ്ങനെ ഇടപെടാതിരുന്നാൽ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന വിളിയോട് പരിപൂർണമായ വിശ്വസ്തത പുലർത്താൻ പറ്റും. നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്, നമ്മൾ സഹായിച്ചാലേ അവർ മുന്നോട്ട് പോകുന്നു. അത് ഏറ്റവും വലിയ തെറ്റിദ്ധാരണയാണ്. നമ്മൾ എത്ര കണ്ട് ദൈവരാജ്യത്തിൽ ആത്മാർത്ഥമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നോ, ദൈവം അവരെ സഹായിക്കും, ദൈവം അവരെ കൈപിടിച്ച് നടത്തും, ദൈവം അവർക്ക് വേണ്ടത് നൽകും. കാരണം എന്താ, നാം ദൈവത്തിന് വേണ്ടി ജീവിതം കൊടുക്കുമ്പോൾ നമ്മൾ കൊടുത്ത സമർപ്പണം കർത്താവിന് അറിയാലോ. അതുകൊണ്ട് കർത്താവ് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരൊക്കെ ദൈവം അനുഗ്രഹിച്ചുകൊള്ളു. അതുകൊണ്ട് എന്റെ സഹോദര വൈദികരെ, നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം വലുതാണ്. നമ്മളിലൂടെ ഒത്തിരി ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകൾ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അനേകർക്ക് ആശ്വാസമായും സാന്ത്വനമായൊക്കെ തീരേണ്ടതാണ് നമ്മുടെ ജീവിതം. നമ്മുടെ പൗരോഹിത്യം വളരെ വിശിഷ്ടമാണ്, ശ്രേഷ്ഠമായ പൗരോഹിത്യമാണ്. മാലാഖമാർ പോലും കൊതിയോടെ കാണുന്ന ഒരു പൗരോഹിത്യമാണ്. നമ്മുടെ കരങ്ങളിലാണ് അപ്പം യേശുവിന്റെ ശരീരമാകുന്നത്, നമ്മുടെ കരങ്ങളിലാണ് വീഞ്ഞ് യേശുവിന്റെ രക്തമായിട്ട് മാറുന്നത്, നമ്മുടെ കരങ്ങളിലൂടെയാണ് ഈശോ ഇന്നും പാപമോചനം നൽകുന്നത്. അതുകൊണ്ട് നമ്മുടെ വിളി, നമ്മുടെ ദൗത്യം, നമ്മുടെ ഉത്തരവാദിത്വം മറക്കാതിരിക്കാം. ഞാനിത് എന്തുകൊണ്ട് ഈ ഒരു വിഷയം ഇന്ന് ഭാരത്തോടെടുത്ത് പറയുന്നു എന്ന് പറഞ്ഞാൽ ഒറ്റ കാരണമേ ഉള്ളൂ. ഈ ഷൈനിയും ഈ 2 കുഞ്ഞുങ്ങളും കാരിസ്മോൻ അടുത്താണ്, ഒത്തിരി അകലെ, ഏതാനും കിലോമീറ്റർ അകലെയാണ്. ഇവിടെ ഒത്തിരി പേര് കഴിഞ്ഞ നാളുകൾ, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ ആലയത്തിൽ ഇങ്ങനെ മരണത്തിന്റെ മുന്നിൽ നിൽക്കുന്നവര്, ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനമെടുത്ത, ഒരു പ്രത്യാശ നഷ്ടപ്പെട്ടു പോയവര് അനേകര് വന്ന് വചനം കേട്ടും ഒരു കൗൺസിലിംഗ് നടത്തിയും അനേകർ ഇന്ന് സൗഖ്യം പ്രാപിച്ച് ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ ബാംഗ്ലൂര്
നഴ്സിംഗ് സ്കൂളിൽ ഒരു ധ്യാനത്തിന് പോയപ്പോൾ അവസാനം ഞാൻ അവസാനിപ്പിച്ചിങ്ങനെ, നിങ്ങളുടെ ജീവിതത്തിന്റെ കാലഘട്ടങ്ങളിൽ എന്നെങ്കിലും മരിച്ചു കളഞ്ഞാൽ മതി, ചത്താൽ മതി എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വന്നാൽ നിങ്ങൾ എന്നും മനസ്സിൽ ആദ്യം കൊണ്ടുവരേണ്ട ഒരു ചിന്തയുണ്ട്. ഇവിടെ കാരിസ്പോൻ എന്ന് പറയുന്ന ഒരു ധ്യാന കേന്ദ്രം അതിരമ്പുഴയിലുണ്ട്. ഒരിക്കലെങ്കിലും നിങ്ങൾ വരാൻ തീരുമാനമെടുക്കണം. ഏതെങ്കിലും അച്ഛന്മാരെ കണ്ടോ, ഒരു കൗൺസിലിംഗ്, ഒരു പ്രാർത്ഥന നടത്തി അതിനുശേഷമേ തീരുമാനം ഉറപ്പിക്കാവുന്നു. നിങ്ങൾ പറഞ്ഞാൽ ഇപ്പോഴും വിശ്വസിക്കുകയല്ല. ആ ധ്യാനം കഴിഞ്ഞ് 6 വർഷങ്ങൾക്കിപ്പുറം ഫേസ്ബുക്കിലൂടെ ഈ നമ്പർ തപ്പിയെടുത്ത് ഒരു പെങ്കൊച്ചി ആലയത്തിൽ വന്നു. ആത്മഹത്യ ചെയ്യാൻ തീരുമാനമെടുത്ത് ജീവിതത്തിന്റെ മുന്നിൽ ഒരു വഴിയില്ലാതെ അടഞ്ഞുന്ന സമയത്ത് അവളുടെ മനസ്സിൽ ആ ഒരു ചിന്ത വന്നിട്ട് ഈ ആലയത്തിൽ വന്നു. അവൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. എനിക്കൊരു ഭാരം ഉണ്ടായിരുന്നത്, ആരെങ്കിലും ഈ സഹോദരിയെ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ. ഇങ്ങനെയുള്ള ഇടങ്ങള് ഈ കോട്ടയം ഭാഗത്ത് ഒത്തിരി ഉണ്ട്, ധ്യാന കേന്ദ്രങ്ങളുണ്ട്, ഒരു സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ ഇടങ്ങൾ കണ്ടെത്താനുള്ള സാധ്യതകളുണ്ട്. അതിന്റെ നടുവിൽ നമുക്കൊരു സഹോദരി, 2 കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടതിന്റെ ഒരു ഭാരവും ഇതിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ ഒരു വൈദികന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു എന്ന് മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞു എന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ആ വൈദികനെ കുറ്റപ്പെടുത്തിയല്ല സംസാരിക്കുന്നത്. എന്റെ സഹോദര വൈദികരോടുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് ഇതിനെ കണ്ടാൽ മതി. തീർച്ചയായിട്ടും വൈദികർക്ക് സഭയെ സ്നേഹിച്ച് അനേകർക്ക് ശുശ്രൂഷകൾ ചെയ്ത് നമ്മുടെ ശേഷിക്കുന്ന ജീവിതം ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കാനുള്ള ഒരു അഭിഷേകത്തിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. അവർ കടന്നുപോകുന്ന സങ്കടങ്ങളിൽ, വേദനകളിലും ദൈവം അവർക്ക് ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.